കോമഡി കപ്പിൾസ്. രചന വൈദേഹി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്നൂഞ്ഞേരി. ഒരു ഞായറാഴ്ച വൈകുന്നേരം ഫ്ളാറ്റിലെ ഹാളിൽ വിഷ്ണു മൊബൈൽ എടുത്ത് ഓരോ വീഡിയോയും സ്ക്രോൾ ചെയ്യുന്നു. അഖിൽ സോഫയിൽ കിടന്ന് ഫാൻ നോക്കുന്നു. ആരുഷ് ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുന്നു. നന്ദു മാത്രം ഒരു വലിയ ചിപ്സ് പാക്കറ്റുമായി സോഫയിൽ നിന്ന് സിനിമ കാണുകയാണ്. ഡാ, കുറച്ചു നേരം നിശബ്ദതയ്ക്ക് ശേഷം വിഷ്ണു പറഞ്ഞു തുടങ്ങി. എന്താ, അന്ന് കല്യാണത്തിനുണ്ടായിരുന്നവരില്ലേ? കല്യാണത്തിനുണ്ടവരോ? അല്ല, പിന്നെ അഞ്ജലിയുടെ കസിൻസ്. അത് കേട്ടത് ആരുഷ് അറിയാതെ ബാൽക്കണിയിൽ തിരിഞ്ഞു നോക്കി. അഖിലൊന്ന് ചെവിയെടുത്തു. പക്ഷെ രണ്ടുപേരും അത് പുറത്ത് കാണിച്ചില്ല. അവർക്കെന്താ? ആരുഷ് വളരെ കൂളായി ചോദിച്ചു. അല്ല, വെറുതെ ചോദിച്ചാ. വിഷ്ണു വാടച്ചു. വീണ്ടും നിശബ്ദത. 2 മിനിറ്റ് കഴിഞ്ഞ്, ഡാ, ഇപ്പൊ തുടങ്ങിയ അഖിലാണ്. എന്താടാ? ആ ദേവു അല്ല, ദേവിക. വിഷ്ണു ആരുഷ് ഒരുമിച്ച് അവനെ നോക്കി. അല്ല, അവൾ ഏത് കോളേജിലാണ് അവിടെ പഠിക്കുന്നേ അല്ലേ? ചുമ്മാ കുശലം ചോദിക്കുന്ന പോലെ പറഞ്ഞെങ്കിലും അവന്റെ ഉള്ളതിൽ അത് ശരിക്കും അറിയണമെന്നുണ്ട്. ഓഹോ, വിഷ്ണു ചിരിച്ചു. അല്ല, നിനക്കെങ്ങനെയാടാ അവളുടെ പേര് മാത്രം ഓർമ്മ വന്നേ? വിഷ്ണു വിടാനുള്ള ഉദ്ദേശമില്ല. അതിപ്പോ ആ ഒരു ഇതില് ഇങ്ങനെ ഓർമ്മ വന്നതാ. അഖിലിന്ന് വിക്കി കളിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ആരുഷ് ശാന്തമായി വെള്ളം കുടിച്ചുകൊണ്ട് ചോദിച്ചു. അവര് 3 പേരും കസിൻസ് അല്ലേ? അത് കേട്ടവും വിഷ്ണു അഖിലും പതുക്കെ ആരുഷ് നോക്കി. എന്തോ? ഒന്നുമില്ല. ആരുഷ് തിരിച്ചില്ലാത്ത ചാടി കയറ്റി വെച്ച് വെറുതെ ഫോൺ കയ്യിലെടുത്തു. പാവം നന്ദു. ചെക്കനവിടെ മൂവിയിലെ ഫൈറ്റ് സീനും കണ്ടുകൊണ്ട് ചിപ്സ് തീർക്കും തിരക്കിലാണ്. അതുകൊണ്ട് തന്നെ പുറകിൽ കിടക്കുന്ന പെണ്ണു വിഷയൊന്നും ചെക്കൻ അറിയുന്നില്ല. പെട്ടെന്നാണ് അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വന്ന്. ആരുഷ് ഫോൺ നോക്കി. അർജുന്റെ മെസ്സേജ് ആണെന്ന് അവൻ അവരോട് പറഞ്ഞു. അഖിലും വിഷ്ണു അവന്റെ അടുത്തേക്ക് വന്നു. ആരുഷ് മെസ്സേജ് ഓപ്പൺ ആക്കി. അർജുൻ, ദാ, അടുത്ത ഞായറാഴ്ച വീട്ടിലൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, എല്ലാവരും വരണം, ആരും മുങ്ങരുത്. അമ്മ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ 4 പേരെയും വിളിക്കാൻ, അതുകൊണ്ട് നോ എക്സ്ക്യൂസ്. അഖിൽ വിഷ്ണുവിനെ നോക്കി. വിഷ്ണു ആരുഷിനെ നോക്കി. ആരുഷ് മെസ്സേജ് വായിച്ചിട്ട് ഒന്നും പറയാൻ ഫോൺ ലോക്ക് ചെയ്തു. 3 പേരുടെയും മനസ്സിൽ ഒരേ ചിന്തയാണ്, അവരവിടെ ഉണ്ടാവുമോ എന്ന്. അപ്പോഴാണ് മൂവി കണ്ടുകൊണ്ടിരുന്ന നന്ദു ആവേശത്തോടെ പറഞ്ഞു. ഡാ, പോകാല്ലേ? നിനക്കെന്താണ് ഇത്ര ആവേശം? അവിടെ ഫുഡ് ഉണ്ടാവുമല്ലോ, ഫുഡ്. ഇവനൊന്നും ഒരിക്കലും നന്നാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മൂവരും പൊട്ടിച്ചിരിച്ചു. അതിനിടയിൽ മൂവർക്കും പെൺപടകൾ വീണ്ടും കാണാനുള്ള ചെറിയ പ്രതീക്ഷ മനസ്സിലറിയാതെ വിരിഞ്ഞിരുന്നു. ഞായറാഴ്ച അർജുന്റെ വീട്ടിൽ രാവിലെ തന്നെ വീട് ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ബന്ധുക്കളും കുട്ടികളും അയൽക്കാരും എല്ലാവരും ഓരോ തിരക്കിലായിരുന്നു. വീടിന്റെ മുറ്റത്തൊരു വലിയ പന്തൽ. അകത്ത് സ്ത്രീകൾ ഓരോരുത്തരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം ഒരു കാറ് വീടിന്റെ ഗേറ്റ് മുമ്പിൽ വന്നു നിന്നിരുന്നു. ഡാ, എത്തിയെന്ന് തോന്നുന്നു. വിഷ്ണു കാറിൽ നിന്ന് പുറത്തേക്ക് നോക്കി പറഞ്ഞു. വാ, ഇറങ്ങാം. ആരുഷ് കാറ് പാർക്ക് ചെയ്തു. 4 പേരും പുറത്തിറങ്ങി. ഡാ, വന്നല്ലേ? അർജുൻ പുറത്തേക്ക് വന്ന് 4 പേരെയും കെട്ടിപ്പിടിച്ചു. വാ, അതേ വാ. 5 പേരും വീടിനുള്ളിലേക്ക് നടന്നു. ഇന്നൊരു പ്രത്യേക ദിവസമായതുകൊണ്ടാണ് അവർ ഡീസന്റ് ആയിട്ട് പെരുമാറുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ കയറി ഇറങ്ങുന്ന ആൾക്കാരാണ്. വീടിന്റെ പിന്നാമ്പുറത്ത് അനുവും മീനുവും ദേവും പൂക്കൾ കോർക്കാൻ തിരക്കിലായിരുന്നു. അഞ്ജലി ബന്ധുക്കളോട് സംസാരിക്കുകയാണ്. അർജുൻ നമ്മുടെ പെൺപടകളോട് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടായി. അതിന് കാരണം അഞ്ജലിയാണ്. നീ ആ മുല്ലപ്പൂ കൊടുത്താ, ദേവ് മീനുവിനോട് പറഞ്ഞു. മീനു പൂക്കളെടുത്ത് കൊടുത്തു. അപ്പോഴാണ് വീട്ടിൽ നിന്ന് അർജുന്റെ ശബ്ദം കേട്ടത്. വാള, ഇരിക്കടാ. ആ ശബ്ദം കേട്ട് 3 പേര് ഒരേ സമയം വീണ്ടും മുൻവശത്തേക്ക് നോക്കി. ആരോ വന്നിട്ടുണ്ടല്ലോ. ദേവ് പതുക്കെ ഒന്ന് എത്തി നോക്കി. അവിടെ വന്ന ആൾക്കാരെ കണ്ടതും ഒരു ഞെട്ടലും അതിലേറെ സന്തോഷം കൊണ്ട് ദേവുവിന്റെ ചുടികൾ വിടർന്നു. ആരാ വന്നെന്ന് എത്തി നോക്കിയവരുടെ മുഖം ചുവന്നു. അനുവും മീനും കൂടി എത്തി നോക്കി. അവിടെയുള്ള ആൾക്കാരെ കണ്ടതും അവരുടെ മുഖവും ചുവന്നു. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. മീനുവിന്റെയും ദേവുവിന്റെയും മുഖം നാണം കൊണ്ടാണെങ്കിൽ അനുവിന്റെ മുഖം ചുവന്ന് ദേഷ്യം കൊണ്ടാ. അവൾ പെട്ടെന്ന് മുഖം തിരിച്ചു. മീനു, ആ താല ഇങ്ങോട്ടിട്, ഇനിയും പൂക്കൾ ഓർക്കാണ്ട്. മീൻ ചട്ടിയിൽ തലയിട്ട പൂച്ച നോക്കും പോലെ മീനു വിഷ്ണുവിന് വായി നോക്കുന്നുണ്ട്. അനു മീനുവിനെ വിളിച്ചു. ഒന്ന് നിൽക്കാനു, ഞാൻ വന്നോളാം, നിങ്ങൾ ചെയ്തു തുടങ്ങിക്കോ. വിഷ്ണു എന്തോ സംസാരിക്കുന്നിടയിൽ അറിയാതെ അങ്ങോട്ട് നോക്കി. 2 പേരുടെയും കണ്ണുകൾ ഒരു നിമിഷം കൂട്ടിമുട്ടി. കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ. അയ്യോ, പെട്ടെന്ന് മീന് നോട്ടം മാറ്റി. എന്താടി? ഒന്നുമില്ല. ഇതേ സമയം മുൻവശത്ത് പിന്നാമ്പുറത്ത് 3 പേര് തെക്കുന്നുണ്ട്. വിഷ്ണു ബാക്കിയുള്ളവരുടെ രഹസ്യം പോലെ പറഞ്ഞു. അഖിലും ആരുഷും അറിയാത്ത പോലെ അങ്ങോട്ട് നോക്കി. പക്ഷെ അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. നന്ദു മാത്രം ആര് എവിടെയെന്നും പറഞ്ഞ് ഒറ്റയടിക്ക് തിരിഞ്ഞു നോക്കി. ഇങ്ങനെ പരസ്യമായിട്ട് നോക്കലടാ പട്ടി. വിഷ്ണു അവന്റെ തലയിൽ നിന്ന് കൊട്ടി. നന്ദു തലയുറിഞ്ഞുകൊണ്ട്, ഞാൻ വെറുതെ നോക്കിയതാ. അല്ല, ആരവിടെയുള്ളത്? നന്ദുവിന്റെ ന്യായമായ ചോദ്യം. നിന്റെ ശാന്തി. അഖില അവന് കേൾക്കാൻ പാത്തിന് പറഞ്ഞു. പോളാ, എനിക്കിനി ശാന്തി എന്ന പിള്ള ആരെയും വേണ്ട. ഓ, ചെക്കിന് ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് പറഞ്ഞ അഖിലും ചിരിച്ചുപോയി.
ആരുഷ് ഒന്നും അറിയാത്ത പോലെ അർജുനോട് സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിലും ഇടങ്കണ്ണ ഒരാളെ മാത്രം തേടുന്നുണ്ടായിരുന്നു. മോനെ അർജു, ആ പൂക്കളും തോരണങ്ങളൊക്കെ എവിടെയാവുള്ളത്? പന്തലേക്ക് എടുക്കാൻ വെക്കാനായിരുന്നു. അവിടെയുള്ള ഒരു അമ്മാവൻ അർജുനോട് പറഞ്ഞു. പുറകിലുണ്ടമ്മാവ, അനുവും ദൈവവും മീനും കൂടി രാവിലെ തുടങ്ങിയിട്ടുണ്ട് പൂക്കൾ ഓർക്കാൻ. മിക്കവാറും ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ പോയി എടുത്തിട്ട് വരാം. പെൺപടകളെ പേര് കേട്ടതും ഹാളിൽ നിന്ന് ജ്യൂസും സ്നാക്സും കഴിച്ചുകൊണ്ട് 4-3 പേര് പെട്ടെന്ന് ജ്യൂസ് കുടിക്കാൻ നിർത്തി. അല്ല അർജുനെ, മുറ്റത്ത് പന്തൽ കെട്ടാണ് ആ തോരണങ്ങളും പൂക്കളൊക്കെ എവിടെ വെച്ചിരിക്കുന്നത്? ഞങ്ങൾ വേണമെങ്കിൽ അതൊന്ന് എടുത്തുതരാം, വിഷ്ണു വളരെ മാന്യമായി ചോദിച്ചു. ഉള്ളിലിപ്പ് മറ്റേതാണെന്ന് ബാക്കി 3 കൃത്യമായിട്ട് അറിയാം. ആണോ? എന്നാ ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ കുറച്ച് പണിയുണ്ടായിരുന്നു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവൂടാ? ഒന്ന് പോടാ, ഞങ്ങൾ പിന്നെ ഇവിടെ എന്തിനാ വന്ന്? നിന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേടാ. അഖിൽ വിത്ത് ആത്മാർത്ഥതയുടെ നിറകുടം. എന്നാൽ നമ്മുടെ പുറകിൽ വരാന്തില്ല. 3 പെൺകുട്ടികൾ അവിടെ നിന്ന് പൂക്കൾ ഓർക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ട് ചെന്നോ, അർജുൻ പറഞ്ഞു. ഓക്കേടാ, എന്നാ ഞങ്ങൾ അങ്ങോട്ട് പോയേക്കാം. വിഷ്ണു അഖിലും ചാടി എഴുന്നേറ്റു. നന്ദു അപ്പം എഴുന്നേറ്റെങ്കിലും വിഷ്ണു അവനെ തടഞ്ഞു. നീയുടെ അർജുൻ്റെ കൂടെ ഉണ്ടാവണം നന്ദു. പന്തലിൽ ആരെങ്കിലും വന്നാൽ സ്വീകരിക്കണ്ടേ? ഞങ്ങൾ 3 പേരും കൂടി ആ പൂക്കൾ എടുത്തോളാം. അതെന്താ ഞാൻ കൂടി വന്നാ? ഇരുമ്പൊണ്ടുണ്ടാക്കിയ പൂക്കളാണോ നിങ്ങൾ എടുത്തോണ്ട് വരുന്നത്? നിങ്ങൾ 3 പേരും കൂടി പോവാൻ? നന്ദു ഒരു ആക്കളോടെ കണ്ണിട്ടിയോട് ചോദിച്ചു. അത് ശരിയാണല്ലോ, ഒരാൾ പോയാൽ മതി വിഷ്ണു. അർജുനും നന്ദു അർജുനോട് ശരിവെച്ചു. എങ്കിൽ പിന്നെ ഞാൻ പോവാം, നിങ്ങൾ അർജുനോട് ചെല്ല്. അഖിൽ വളരെ മര്യാദയിൽ പറഞ്ഞുകൊണ്ട് വേറെ ആരുടെയും മറുപടി കാത്തിൽക്കാതെ പിന്നാമ്പുറത്തേക്ക് വെച്ച് പിടിച്ചു. ആരുഷിനും വിഷ്ണുവിനും തടയാൻ പോലും സമയം കിട്ടില്ല. ഇതെല്ലാം ഒപ്പിച്ചു വെച്ച നന്ദുവിനെ 2 പേരും പല്ലിയടിച്ച് പൊട്ടിച്ച് നോക്കുന്നുണ്ട്. മോനെ നന്ദു, നിനക്ക് ഞാൻ പിന്നീട് തരുന്നുണ്ട് കേട്ടോ. നിന്റെ കഴുത്ത് ഞാൻ പിടിച്ചിരിക്കും, കണ്ണിൽ കൈയിട്ട് കുത്തും, അണ്ണാക്കിൽ കൈയിട്ട് മാന്തും. വിഷ്ണു മനസ്സിൽ സ്മരിച്ചു. ആ സ്മരണം നന്ദുവിന് മനസ്സിലായ പോലെ അവിടെ 32 കൊല്ലം പുറത്തിട്ട്, സോറി 2 പുഴുപ്പല്ലാണ് പോയിട്ടുണ്ട്. 30 കൊല്ലം പുറത്തിട്ട് നന്ദുവരെ നോക്കി ഇളിച്ചു കാണിച്ച്. അതേസമയം അഖിലിത കട്ട ഹീറോയ്ക്കിൽ പുറകിൽ വരാന്തിയിലേക്ക് നടന്നിരുന്നു. പൂക്കൾ കോർക്കും തിരക്കിലായിരുന്ന പെൺപടകൾ ആരോ വരുന്നുണ്ട് നോക്കിയപ്പോൾ ദാ നിൽക്കുന്ന ദേവുവിന്റെ ബ്ലാക്ക് ഷർട്ടുകാരൻ അഖിൽ. അഖിലിനെ കണ്ടതും ദേവുവിന്റെ കയ്യിലിരുന്ന സൂചി താഴെ പോയി. ഒപ്പം മുഖത്തൊരു ചെറിയ നാണവും. അതെ, ഞാൻ അർജുൻ പറഞ്ഞിട്ട് പന്തലിലേക്കുള്ള പൂക്കളും തോരണങ്ങളും എടുക്കാൻ വന്നാ. അഖിൽ നേരെ ദേവുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. അതൊക്കെ എടുത്തു വെച്ചിട്ട് ഏട്ടാ. മീനു ആ പൂക്കൂടകൾ കാണിച്ചു കൊടുത്തു. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞ് അഖിൽ പതുക്കെ ദേവുവിന്റെ അടുത്തിരുന്ന് തോരണങ്ങൾ ഓരോന്നായി ഒതുക്കാൻ തുടങ്ങി. ഇടയ്ക്ക് 2 പേരും തമ്മിൽ നോക്കി ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടാൽ ഇവനവിടെ നിൽക്കാനൊരു സുഖം തോന്നിയില്ല. മീനു, ദേവു, ഇതിന്റെ പണി ഏകദേശം കഴിഞ്ഞില്ലേ? ഞാൻ അകത്ത് അഞ്ജലി ചേച്ചിയുടെ അടുത്തേക്ക് പോവാം. നിങ്ങളുണ്ടോ? നീ നടന്നോ, ഞാനിതൊന്ന് ഒതുക്കിയിട്ട് വരാം. മീനുവാണത് പറഞ്ഞു. ദേവു അവന് ചോദിച്ച കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. അവൻ അവിടുന്ന് എഴുന്നേറ്റ് ആളിലേക്ക് നടന്നു. ആളിലപ്പോഴും ആരുഷും വിഷ്ണുവും നന്ദുവിന്റെ പാരയോർത്ത് കലിപ്പിലിരിക്കുകയാണ്. അപ്പോഴാണ് അനു അങ്ങോട്ട് കയറി വന്ന്. ആൾ വന്നു ആരുഷിന്റെ കണ്ണു നേരെ അവളിലേക്ക് ലോക്കായി. അനു അവനെ നോക്കി പേടിപ്പിച്ച് നേരെ അടുക്കള ഭാഗത്തേക്ക് പോയി. പെട്ടെന്നാണ് മുറ്റത്തെ പന്തലിൽ നിന്ന് അർജുന്റെ അമ്മയുടെ വിളി വന്ന്. അർജു, പന്തലിൽ കുറെ ആളുകൾ കൂടിയിട്ടുണ്ട്. ഇരിക്കാൻ കസേരകൾ തികയുന്നില്ല. ആ സ്റ്റോർ റൂമിലിരിക്കുന്ന പ്ലാസ്റ്റിക് കസേരകളൊന്ന് പോയി എടുത്തേ. അത് കേട്ടതും അർജുൻ വിഷ്ണുവിനെയും ആരുഷിനെയും നന്ദുവിനെയും നോക്കി. കസേര എടുക്കാൻ വരുമോ എന്ന ആ നോട്ടത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുത്തെ VIP ഗസ്റ്റുകളെ കൊണ്ട് ഇങ്ങനെ പട്ടിപ്പണി എടുപ്പിക്കുന്ന മോശമല്ലേ? അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് പോയി എടുത്താൽ മതി. പ്ലാസ്റ്റിക് അല്ലേ, ചെല്ല്. നോട്ടത്തിന്റെ അർത്ഥം എല്ലാവർക്കും മനസ്സിലായത് വിഷ്ണുവാണത് പറഞ്ഞു. പിന്നെ ഒരു വിഐപികൾക്ക് പൂക്കൾ എടുക്കാൻ പോവാല്ലേ? അർജുനൻ ആകി ചിരിച്ചുകൊണ്ട് കസേര എടുക്കാൻ വേണ്ടി അവിടുന്ന് എഴുന്നേറ്റതും അടുക്കളയിൽ നിന്ന് ഏതൊരു അമ്മായി പുറത്തേക്ക് വന്ന് ഹാളിൽ നിന്ന് അനുവിനെ വിളിച്ചു. അനു മോളെ, പന്തലിൽ വെള്ളം വെക്കാൻ ആ പുറകിലെ സ്റ്റോർ റൂമിൽ കുറെ സ്റ്റീൽ ജഗ്ഗുകൾ ഇരിപ്പുണ്ട്. അതൊന്ന് പോയി എടുത്തോണ്ട് വാ. അമ്മായി. താനും സ്റ്റോർ റൂമിലേക്ക് പോകുന്നുണ്ടതും അത്രയും നേരം ഞാൻ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞ് കാലുമേക്കാലം വെച്ചിരുന്ന ആരുഷിന്റെ ഭാവം ഒറ്റ സെക്കൻഡോട് മാറി മറിഞ്ഞു. കക്ഷി ഫോൺ പോക്കലിട്ട് വേഗാർജുന്റെ തോൾ കൈയിട്ടു. അല്ലർജുനെ, ആലോചിച്ചു നോക്കിയപ്പോ നീ ഒറ്റക്ക് അത്രയും കസേര പൊക്കുന്നത് മോശമല്ലേ? ഞങ്ങളുള്ളപ്പോ നീ എന്തിനാണ് വിഷമിക്കുന്നേ? വാ, ഞാൻ വരാം നിന്റെ കൂടെ കസേര എടുക്കാൻ. ആരുഷ് ഫുൾ ആവേശത്തിൽ പറഞ്ഞു. വിഷ്ണു നന്ദുവിനെ ഇടങ്ങണിട്ട് നോക്കുന്നുണ്ട്. ആരുഷിന്റെ കണ്ണുപോയ വഴി അവർ കണ്ടതും കസേര എടുക്കാനുള്ള ആവേശം പെട്ടെന്ന് കൂടിയത് എങ്ങനെയാണെന്ന് അവർക്ക് മനസ്സിലായി. ആരുഷ് അവരെ മൈൻഡാക്കാതെ അർജുന്റെ കൂടെ സ്റ്റോർ റൂമിലേക്ക് നടന്നു. സ്റ്റോർ റൂം വീടിന്റെ ഒരറ്റത്ത് കുറച്ച് ഇരുണ്ട ഒരു ഭാഗത്തായിരുന്നു. അനു അവിടെ എത്തി ജഗ്ഗുകൾ തിരയുകയായിരുന്നു. അപ്പോഴാണ് അർജുനും ആരുഷ് അങ്ങോട്ട് എത്തിയത്. നീയോട് കാർഷേ, ഞാൻ അകത്തുനിന്ന് കസേരകൾ ഓരോന്നായി പുറത്തേക്ക് വരാം എന്നും പറഞ്ഞ് അർജുൻ സ്റ്റോർ റൂമിന്റെ കുറച്ചുകൂടി ഉള്ളിലേക്ക് കയറിപ്പോയി. ഇപ്പോൾ സ്റ്റോർ റൂമിന്റെ വാതിലടുത്ത് നമ്മുടെ ആരുഷും അനുവും അനു ഒരു വലിയ സ്റ്റീൽ ജഗ് കയ്യിലെടുത്ത് തിരിഞ്ഞപ്പോഴാണ് തൊട്ടുപിറകിൽ വാതിൽ ചാരി കയ്യും കെട്ടി തന്നെ നോക്കി നിൽക്കുന്ന ആരുഷിനെ കണ്ടത്. താനെന്തിനാണോ എന്റെ പുറകെ നടക്കുന്നത്? അനു ജഗ് നെഞ്ചോടിയേർത്ത് പിടി ചോദിച്ചു. ഞാൻ കസേര എടുക്കാൻ വന്ന, അല്ലാതെ തന്നെ പേടിപ്പിക്കാൻ വന്നല്ല. അനു പിറുപിറുത്തോണ്ട് പുറത്തേക്ക് നടക്കാൻ ആഞ്ഞു. പക്ഷേ സ്റ്റോർ റൂമിലെ നിലത്ത് കിടന്ന ഏതോ ഒരു പഴയ കയറിൽ അനുവിന്റെ കാലുടക്കി. യോ,
അനുവിന്റെ കയ്യിൽ നിന്ന് ചെക്ക് താഴേക്ക് വീണു. ടിം എന്ന ശബ്ദത്തോടെ ചെക്ക് തറയിലുണ്ട്. അനു പുറകോട്ട് മറിഞ്ഞ് വീഴാൻ പോയതും ആരുഷ് ഒട്ടും സമയം കളയാതെ അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. ആ വലിയ മുറിയിൽ ജനാലയിലൂടെ വന്ന ആ ചെറിയ വെളിച്ചത്തിൽ രണ്ടുപേരുടെയും മുഖങ്ങൾ തമ്മിൽ വളരെ അടുത്തായിരുന്നു. അനുവിന്റെ ശ്വാസം ആരുഷിന്റെ മുഖത്ത് തട്ടുന്നുണ്ടായിരുന്നു. പേടികൊണ്ട് അനു ആരുഷിന്റെ ഷർട്ടിന്റെ കോളർ മുറുക്കി പിടിച്ചിട്ടുമുണ്ട്. രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. തന്നോട് വഴക്കിടുന്ന ആ കണ്ണുകളിൽ ഇപ്പോൾ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു എന്ന് ആരുഷിന് അപ്പോൾ തോന്നിപ്പോയി. ആരുഷിന്റെ കൈകൾ അവളുടെ അരയിൽ ഒന്നുകൂടി മുറുകി. അതെ, എപ്പോഴിങ്ങനെ വീഴാനാണോ ഭാവം? ആരുഷ് വളരെ പതുക്കെ ഒരു ക്യൂട്ട് വോയിസിൽ ചോദിച്ചു. അവനൊന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. ആളുടെ ഹൃദയമിടിപ്പപ്പോൾ മാക്സിമം സ്പീഡിലായിരുന്നു. പെട്ടെന്ന് അകത്തുനിന്ന് അർജുൻ 5 കസേരകൾ ഒരുമിച്ച് പൊക്കിക്കൊണ്ട് പുറത്തേക്ക് വന്നു. ആരുഷേ, ദാ കസേര പിടിച്ചോ. അർജുന്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും പെട്ടെന്ന് ഞെട്ടിമാറി നിന്നു. ശേഷം നിലത്ത് വീണ ജഗ്ഗും എടുത്ത് അനുവേഗം സ്റ്റോർ റൂമിന്റെ പുറത്തേക്ക് ഓടി. ആരുഷ് അത് കണ്ടതും ആ ഓടിപ്പോകുന്നവൾക്കായി ഒരു പുഞ്ചിരി അവന്റെ ചുണ്ടിലും ഉണ്ടായിരുന്നു. അത്രമേൽ പ്രണയം നിറഞ്ഞ പുഞ്ചിരി. പന്തലിൽ അപ്പോഴേക്ക് ആളുകൾ വന്ന് നിറഞ്ഞിരുന്നു. വിഷ്ണു പന്തലിന്റെ ഒരു വശത്ത് മാറിയെന്ന് ആൾക്കാരെ ശ്രദ്ധിക്കുകയായിരുന്നു. അതിനിടയിൽ മീനുവിനെ തിരയുന്നുമുണ്ട്. അപ്പോഴാണ് അർജുന്റെ അമ്മ അങ്ങോട്ട് വന്നു. മക്കളെ, വിഷ്ണു പന്തലിന്റെ അപ്പുറത്തെ വശത്ത് ഇരിക്കുന്നവർക്ക് കൊടുക്കാൻ കുറച്ച് വെൽക്കം ഡ്രിങ്ക്സ് അകത്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തരാമോ? അതിനെന്താ, ഞാൻ പോയിടത്തോളാം. വിഷ്ണുവിന് വീണ്ടും അകത്തേക്ക് ഒരു ചാൻസ് കിട്ടി. ചെക്കൻ വേഗം അടുക്കള ഭാഗത്തേക്ക് നടന്നു. അവിടെ വലിയൊരു ടേബിളിൽ ഗ്ലാസുകളിൽ വെൽക്കം ഡ്രിങ്ക്സ് നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണു ട്രെയിലേക്ക് ഗ്ലാസുകൾ എടുത്തു വെക്കാൻ തുടങ്ങിയപ്പോഴാണ് മീനു അങ്ങോട്ട് വന്നത്. വിഷ്ണുവിനെ കണ്ടതും അവൾ പതുക്കെ ചിരിച്ചു. അല്ല മീൻകുട്ടി, പൂവൊക്കെ കോർത്തു കഴിഞ്ഞോ? വിഷ്ണു ഒരു കള്ളച്ചിരിയോട് ചോദിച്ചു. ആ, കഴിഞ്ഞ ചേട്ടാ, ഇപ്പൊ ഇത് പന്തലിലേക്ക് കൊടുക്കാൻ വന്നാ. മീനു ഒരു ട്രേ കയ്യിലെടുത്തു. എന്നോ, നമുക്ക് ഒരുമിച്ച് പോവാം. വിഷ്ണു ഒരു ട്രേയും പൊക്കി മുന്നിൽ നടന്നു. മീനു പുറകെയും. പന്തലിലേക്ക് കയറുന്ന ചെറിയ വഴിയിൽ കുറച്ച് കുട്ടികൾ ഓടിക്കളിക്കുന്നുണ്ടായിരുന്നു. വിഷ്ണു കുട്ടികളെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി. പക്ഷേ പുറകെ വന്ന മീനുവിന്റെ ശ്രദ്ധ കുട്ടികളിലായിരുന്നില്ല. മുന്നിൽ മാസായി നടന്നു പോകുന്ന വിഷ്ണുവിലായിരുന്നു. പെട്ടെന്ന് ഓടി വന്നൊരു കുട്ടി മീനുവിന്റെ വസ്ത്രത്തിൽ തട്ടി. ബാലൻസ് സെറ്റ് മീനുവിന്റെ കയ്യിലെ ട്രേ വഴുതി. അതിലുണ്ടായിരുന്ന വെൽക്കം ഡ്രിങ്ക്സ് ദാ നേരെ മുന്നിൽ പോയ വിഷ്ണുവിന്റെ പുതിയ വെളുത്ത ഷർട്ടിലേക്ക് ഒറ്റ ഒഴിക്കൽ. അയ്യോ! മീനു കണ്ണുതള്ളി വായ ഒളിച്ച് നിന്നു. വിഷ്ണു ഞെട്ടിത്തിരിഞ്ഞു നോക്കുമ്പോൾ അവന്റെ പുതിയ ബ്രാൻഡഡ് ഷർട്ടിന്റെ മുൻവശം എന്താ പച്ചക്കളർ വെൽക്കം ഡ്രിങ്കിൽ കുളിച്ചു നിൽക്കുന്നു. എന്റെ ദൈവമേ, മീനു ഇതെന്ത് നീ കാണിച്ചേ? വിഷ്ണു സങ്കടം കൊണ്ട് കരയുന്ന മട്ടിൽ ചോദിച്ചു. അയ്യോ ചേട്ടാ, സോറി, ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തല്ല. ആ കുട്ടി വന്ന് തട്ടിയപ്പോ. മീനുവിന്റെ കണ്ണ് നിറഞ്ഞു പോയി. പാവം, പേടിച്ചു പോയിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണ് കണ്ടതും വിഷ്ണുവിന്റെ വിഷമമൊക്കെ എങ്ങോ പോയി മറഞ്ഞു. സാരിലടോ, താവശ്മിക്കണ്ട, ഇത് pretty സെയിം പോലെ ആയില്ലേ? ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എങ്ങനെയുണ്ട്, കൊള്ളാവോ? വിഷ്ണുവിന്റെ ആ ഡയലോഗ് കേട്ടതും മീനു സങ്കടത്തിനെങ്കിലും പതുക്കെ ചിരിച്ചു പോയി. വാ, കിച്ചണിൽ പോയി ഇതൊന്ന് തുടക്കാൻ നോക്കാം. മീനു വിഷ്ണുവിന്റെ കയ്യിൽ പതുക്കെ പിടിച്ച് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആദ്യത്തെ ചെറിയൊരു മുറിയിലിരുന്ന് മീനു ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വിഷ്ണുവിന്റെ ഷർട്ടിലെ കറ പതുക്കെ തുടക്കാൻ തുടങ്ങി. വിഷ്ണു സോഫയിലിരുന്ന് ആളെ തന്നെ നോക്കുകയാണ്. രണ്ടുപേരും വളരെ അടുത്തായിരുന്നു. മീനുവിന്റെ വിരലുകൾ വിഷ്ണുവിന്റെ നെഞ്ചിന്റെ ഭാഗത്ത് തട്ടുമ്പോഴൊക്കെ ചെക്കിന്റെ ഉള്ളിൽ ഡിങ് ഡോങ് മണി അടിക്കുന്നുണ്ടായിരുന്നു. സോറി ഏട്ടാ, പുതിയ ഷർട്ടല്ലേ? മീനു മുഖമുയർത്തി നോക്കി പതുക്കെ പറഞ്ഞു. താൻ കൂടെയുള്ളപ്പോ ഈ ഷർട്ടല്ല, ഇതിലും വലുത് പോയാൽ എനിക്ക് കുഴപ്പമില്ല മീനു. അയ്യവ, ഏതാ ചെക്കന്റെ ഡയലോഗ്? വിഷ്ണു അവളുടെ കണ്ണുകളിലേക്ക് നോക്കി കട്ട റൊമാൻറ്റിക്കായി പറഞ്ഞു. മീനുവിന്റെ മുഖം ഒറ്റ നിമിഷം കൊണ്ട് തക്കാളി പോലെ ചുവന്നെടുത്തു. ആൾ പെട്ടെന്ന് ടിഷ്യൂ പേപ്പർ വിഷ്ണുവിന്റെ കയ്യിൽ കൊടുത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. പോകുമ്പോഴും വിഷ്ണുവിന് നേരെ തിരിഞ്ഞു നോക്കി ആൾ നാണത്തോടെ ഒന്ന് ചിരിച്ചിരുന്നു. വിഷ്ണു അവിടെ ഇരുന്ന് സ്വന്തം നെഞ്ചിൽ കൈവച്ചു. അപ്പൊ വിഷ്ണുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി മക്കളെ. ഷർട്ടിലെ കറയും തുടച്ച് ഉള്ളിൽ വിരിഞ്ഞ പ്രണയമായി വിഷ്ണു പതുക്കെ പന്തലിലേക്ക് നടന്നു വന്നു. അവിടെ ആരുഷ് അകലും കൂടി പന്തലിന്റെ സൈഡിൽ നിന്ന് വായുനോട്ടവും കുശലാന്വേഷണമൊക്കെയായി നിൽപ്പുണ്ട്. വിഷ്ണുവിന്റെ ഷർട്ടിൽ ആ പച്ച ഡിസൈൻ കണ്ടതും രണ്ടുപേരുടെയും കണ്ണു തള്ളി. ആ വിഷ്ണു, ഇതെന്താണ് നിന്റെ ഷർട്ടിലൊരു പുതിയ മാപ്പ്? നീ എവിടെയെങ്കിലും പോയി വീണോ? ആയിൽ കണ്ണ് ചെറുതായി ചോദിച്ചു. ഏയ്, അതൊരു കുട്ടിയോൻ തട്ടിയപ്പോ വെൽക്കം ഡ്രിങ്ക് വീണാടാ. വിഷ്ണു ഒളിച്ചു കളിക്കാൻ നോക്കി. ചെറിയ കുട്ടിയോ അതോ ലാവണ്ടർ കളർ കുപ്പാമിട്ട വലിയ കുട്ടിയോ? ചെറിയ കുട്ടി, വലിയ കുട്ടി. ആരുഷ് കൊടുക്കാതെ കൗണ്ടർ ഇട്ടു. വിഷ്ണു ഒന്നും മിണ്ടായി വിളിച്ച് കാണിച്ചു. അപ്പോഴാണെങ്കിൽ ചുറ്റും നോക്കിയത്. അല്ല, നമ്മുടെ ഇടയിൽ നിന്ന് ഒരെണ്ണം കുറവാണല്ലോ. നന്ദിയോടെ പോയി. ആവും പണ്ടേ ഫുഡിനെ മണം പിടിച്ച് നടക്കുന്നവനല്ലേ, മിക്കവാറും ആ പാചകപ്പുരയുടെ ഭാഗത്ത് കാണും. വാ, പോയി നോക്കാം, ആരുഷ് പറഞ്ഞു. 3 പേരും കൂടി പതുക്കെ വീടിന്റെ സൈഡിലുള്ള വലിയ പാചകപ്പുരയിലേക്ക് നടന്നു. അവിടെ വലിയ ചെമ്പുകളിൽ ബിരിയാണിയും സദ്യയും പായസമൊക്കെ റെഡിയാക്കുന്ന തിരക്കാണ്. അങ്ങോട്ട് ചെന്ന് നോക്കിയ 3 പേര് അന്തം വിട്ടുപോയി. ദാ നിൽക്കുന്നു നമ്മുടെ നന്ദു.
വലിയ മാഷ പോലെ മുണ്ടൊക്കെ മടക്കി കുത്തി തോളിലൊരു തോർത്തുമിട്ട് കയ്യിൽ വലിയൊരു തവിയും പിടിച്ച് പായസം വെക്കുന്ന വലിയ ചെമ്പിന്റെ മുന്നിൽക്കെയാണ് കക്ഷി. ചുറ്റും നിൽക്കുന്ന അസിസ്റ്റന്റ് പാചകക്കാരോട് എന്തൊക്കെയോ കാര്യമായിട്ട് നിർദ്ദേശിക്കുന്നുമുണ്ട്. ചേട്ടാ, അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നന്നായിട്ട് നെയ്യിൽ മൂക്കണം കേട്ടോ. ആ മണങ്ങട് പുറത്തേക്ക് വരണം. പായസത്തിന്റെ മെയിൻ ഐറ്റം അതാ. നന്ദു കട്ട പ്രൊഫഷണൽ ഷെഫിനെ പോലെ പറഞ്ഞു. അതെന്താ മോനെ, നെയ്യ് കുറച്ചുകൂടി ഒഴിക്കണോ? ആടുന്നൊരു പാചകക്കാരൻ ചോദിച്ചു. വേണം. നെയ്യിന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പിശി കാണിക്കരുത്. പായസം കുടിക്കുമ്പോൾ നാക്കിൽ ആ നെയ്യ് ഇങ്ങനെ തങ്ങി നിൽക്കണം, എന്നാലേ അതിൻ്റെ ഒരു കിട്ടൂ. നന്ദു വലിയ ആളെപ്പോലെ താടി കൈയും കൊടുത്ത് പറഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആരുഷും വിഷ്ണുവാകിലും ശരിയടക്കാൻ പാടുകയായിരുന്നു. ദാ ശാന്തിക്കാര, നീ ഇവിടെ നിന്ന് പാചകം തുടങ്ങിയോ? വിഷ്ണു പിന്നിൽ വന്ന് വിളിച്ചു ചോദിച്ചു. കൂട്ടുകാരെ കണ്ടതും നന്ദു ഒട്ടും പതരാതെ ആ തവിയും പിടിച്ച് മാസായി തിരിഞ്ഞു നടന്നു. ആഹാ, നിങ്ങൾ വന്നോ? ഞാനിവിടെ സദ്യയുടെ ക്വാളിറ്റി ഒക്കെ ആയിരുന്നു. ഒരു ചങ്ക് കല്യാണം കഴിച്ച് അതിന്റെ പാർട്ടി കുളിക്കുമ്പോൾ അവിടുത്തെ ഫുഡ് ടേസ്റ്റി ആയിരിക്കണമെന്ന് എന്റെ ഉത്തരവാദിത്വമാണ് ബ്രോസ്. അത് നമ്മൾ നിർവഹിക്കണ്ടേ? പിന്നെ ഉത്തരവാദിത്വം നീ സ്വന്തം വയറ് നിറക്കാൻ വേണ്ടി ഓരോ പ്ലാൻ ഇടുകയല്ലേ? അഖില അവനെ തോളിലടിച്ചു. അപ്പോഴാണ് കിച്ചന്റെ ഭാഗത്തുനിന്ന് അനുവും മീനുവും ദേവും അങ്ങോട്ട് വന്ന്. നന്ദുവിന്റെ ആ ഷെഫ് ലുക്ക് കണ്ടതും 3 പേരും കൂടി പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ആഹാ, നന്ദിയുടെ അടുത്ത് ചീഫ് ഷെഫായോ? ദേവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പിന്നെ നമ്മൾ ഇറങ്ങിയ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം മോളെ. നന്ദു തോർത്തുമെടുത്ത് തോളിലിട്ട് വലിയ ആളായി പറഞ്ഞു. പക്ഷേ ആരുഷിന്റെ കണ്ണ് ഇപ്പോഴും അനുവിലും വിഷ്ണുവിന്റെ കണ്ണ് മീനുവിലും അഖിലിന്റെ കണ്ണ് ദേവിലുമായിരുന്നു. നന്ദു മാത്രം ആ ചെമ്പിലെ പായസത്തിലേക്ക് നോക്കി നാക്ക് നുണച്ചുകൊണ്ടിരുന്നു. പാവത്തിന് ഇപ്പോഴും ഫുഡ് തന്നെയാണല്ല. ഇതിനിടയിൽ നന്ദു ഒഴിച്ച് ബാക്കി 3 പേരും ഒരു കാര്യം ശ്രദ്ധിച്ചു. പെൺപടകൾ എങ്ങനെ നന്ദുവുമായിട്ട് ഇത്ര പെട്ടെന്ന് കമ്പനിയായി എന്ന്. അവർ നന്ദുവിനോട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന കണ്ടും ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആരുഷിന്റെയും വിഷ്ണുവിന്റെയും അഖിലിന്റെയും വായ താനേ തുറന്നുപോയി. 3 പേരും പരസ്പരം നോക്കി അന്തം വിട്ട് നിൽക്കുകയാണ്. ഞങ്ങളിവിടെ ഒരു അലോ പറയാൻ വേണ്ടി രാവിലെ മുതൽ ലൈൻ വലിച്ച് നടക്കുന്നു. ഈ പട്ടി ഇത്ര പെട്ടെന്ന് ഇവരായിട്ട് കമ്പനിയായോ എന്ന ചിന്ത 3ന്റെയും മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അഖിൽ വിഷ്ണുവിനെ പതുക്കെ നുള്ളി. ഇവനിത് എപ്പൊപ്പിച്ചു? നമ്മളോട് പോലും അധികം മിണ്ടാത്ത ടൈപ്പ് സാധനങ്ങൾ ഈ പെണ്ണുങ്ങൾ. എനിക്കറിയില്ലടാ, ഇവൻ നമ്മളറിയാൻ പോലെ ട്യൂഷൻ എടുക്കുന്നുണ്ടാവോ? വിഷ്ണു അസൂയയോടെ നന്ദുവിനെ നോക്കി പല്ലടിച്ചു. അപ്പോഴാണ് വിഷ്ണു നന്ദുവിന്റെ തല മുതൽ കാൽവരെന്നൂടി ശ്രദ്ധിച്ച്. അല്ല മോനെ, നമ്മൾ 4 പേരും ഒരേപോലെ ബ്രാൻഡഡ് ഷർട്ടും പാൻറ്റും ഇട്ടിട്ടല്ലടാ രാവിലെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. ഈ മുണ്ട് എവിടെ നിന്ന് കിട്ടി? അതൊന്നും നല്ല വില കൂടിയ പട്ടുകറിയുള്ള മുണ്ട്. അത് പിന്നെ നന്ദു പായസം ഇളക്കുന്നിടയിലൊന്ന് വിക്കി. ഞാൻ പാചകപ്പരി കയറിയപ്പോഴേ ഒരു കംഫേർട്ടിന് വേണ്ടി എടുത്താ. അപ്പോഴാണ് വീണ്ടും ഉള്ളിൽ നിന്ന് അർജുന്റെ അച്ഛന്റെ ഉച്ചത്തിലുള്ള ബഹളം കേട്ടത്. ലതേ, എടി ലതേ, എന്റെ ആ പട്ടുകറിയുള്ള പുതിയ മുണ്ട് എവിടെ പോയിടേ? ഞാൻ കുളിച്ചു വന്ന് ഉടുക്കാൻ വേണ്ടി കട്ടിൽ തേച്ച് മടക്കി വെച്ചാണല്ലോ. ഈ അതെങ്ങോട്ടേലും എടുത്തു മാറ്റിയോ? ഞാൻ എങ്ങോട്ടും മാറ്റിയിട്ടില്ലല്ലോ, അവിടെ തന്നെ കാണും. നന്നായി നോക്ക്, അർജുന്റെ അമ്മ വിളിച്ചു പറഞ്ഞു. ഇവിടെ ഒരു മണ്ണാങ്കട്ടിയില്ല, ആകെ ഒരു പാന്റ് മാത്രമേ കിടക്കുന്നുള്ളൂ. എന്റെ മുണ്ടാരോണ്ട് അടിച്ചു മാറ്റിയിട്ടുണ്ട്. അച്ഛൻ കലിപ്പിൽ പുറത്തേക്ക് നടന്നു വന്നു. അത് കേട്ടതും പാചകപ്പുരയിൽ നിന്ന് ആരുഷും വിഷ്ണു അഖിലും ഒരേ സമയം നന്ദുവിന്റെ അരയിലെ മുണ്ടിലേക്ക് നോക്കി. ആ കള്ളപ്പട്ടി! അപ്പൊ അർജുന്റെ അച്ഛൻ കുളിക്കാൻ കയറി ക്യാപ്റ്റൻ നീ അച്ഛന്റെ മുണ്ട് അടിച്ചു മാറ്റിയതാണല്ലേ? മുണ്ടിന് പകരം അവിടെ നിന്റെ പാന്റ് വെച്ചിട്ട് പോന്നാണല്ലോടാ കുട്ടൂസാ നീ. അഖിൽ ചിരി അടക്കാൻ പാടുവിട്ടോട് ചോദിച്ചു. അവിടെ നിന്ന് അനുവും മീനും ദേവ് ഇത് കേട്ട് വായ പൊത്തി ചിരിക്കാൻ തുടങ്ങി. അയ്യോ, അതങ്ങനെയല്ലേ ബ്രോ. നന്ദു പതുക്കെ മുണ്ടിന്റെ കസവ് മടക്കി പിടിച്ച് ഒളിക്കാൻ നോക്കി. ഞാൻ പാൻറ് കുട്ടി ചെമ്മിന്റെ അടുത്ത് നിന്നപ്പോ ഒടുക്കത്തെ ചൂട്. അപ്പൊ കട്ടിലൊരു മുണ്ടിരിക്കുന്നുണ്ടപ്പോ അർജുന്റെ ആണെന്ന് എഴുതിയിട്ട് അങ്ങ് എടുത്തതാ. ഇതിപ്പോ അച്ഛന്റെ മുണ്ടാവുന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോഴേക്കും അർജുന്റെ അച്ഛൻ ദാ മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നു. അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. മുണ്ട് കണ്ട 3-ാമത് ഉറപ്പാ. മുണ്ട്. ഏയ്, ഞാൻ മുണ്ടില്ല. അതല്ലടാ അച്ഛന്റെ മുണ്ട്. ഓ, അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. മുണ്ട്. അയ്യോ അമ്മേനെ രക്ഷിക്കണേ! നന്ദു ഒറ്റ സെക്കൻഡ് കൊണ്ട് പാചകപ്പുരയിലെ ഒരു വലിയ ശർക്കര ചാക്കിന്റെ പുറകിൽ പോയി ഒളിച്ചു. എന്നിട്ട് അരയിലെ മുണ്ട് അഴിച്ചെടുത്തു. അപ്പോഴാണ് അഖിലിനെ കാര്യം കത്തിയത്. അവൻ കണ്ണുകളിൽ നന്ദിനെ നോക്കി. നിന്റെ പാന്റ് നീ അർജുന്റെ അച്ഛന്റെ കട്ടിലല്ലേ ഊരി വെച്ച്? അപ്പോ ഇപ്പൊ നിന്റെ അടിയില് നത്തിങ് ബ്രോ, ഷെഡിടാൻ മറന്നു. കശുവണ്ടി മാത്രം, നാറ്റിക്കരുത്. അതാ ഞാൻ ചാക്കിന്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നത്. ഈശ്വര, ചാക്കുകൾ അവർക്ക് മാറുമോ? എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കടാ. നന്ദു ശർക്കര ചാക്കിനിടയിലൂടെ തലമാത്രം പുറത്തിട്ട് ദയനീയമായി കൈകൂപ്പി. ഇത് കേട്ടതും അനുവും മീനും ദേവും കൂടി ചിരി സഹിക്കാൻ പറ്റാതെ അവിടെ ഇരുന്ന് കസേരയിലേക്ക് വീണുപോയി. ആൺപടകൾ 3 പേരും തലയിൽ കൈവച്ചു. അപ്പോഴേക്ക് അർജുന്റെ അച്ഛൻ ദാ പാചകപ്പുരയിലേക്ക് ദേഷ്യത്തോടെ കയറി വന്നു. വിഷ്ണു, ആർഷേ, നിങ്ങൾ ഇവിടെ എന്റെ പുതിയ പട്ടുകറിയുള്ള മുണ്ടോടാ രാവിലെ കട്ടിൽ തേച്ചു വെച്ചതാ. ഏതോ ഒരു പരനാറിയത് അടിച്ചു മാറ്റിയിട്ടുണ്ട്.
അച്ഛൻ വന്ന് ചുറ്റും നോക്കാൻ തുടങ്ങിയതും വിഷ്ണുവാകിലും ആർഷും കൂടി വേഗ ശർക്കര ചാക്കിന് മുമ്പിൽ ഒരു മതിൽ പോലെ അണിനിരന്ന് നിന്നു. അമ്മാവ, ഞങ്ങളിവിടെ മുണ്ടൊന്നും കണ്ടില്ലല്ലോ, വിഷ്ണു പരമാവധി മാന്യമായി പറഞ്ഞു. പക്ഷെ അർജുന്റെ അച്ഛന്റെ കണ്ണ് നേരെ പോയത് ആരുഷിന്റെ കയ്യിലേക്കാണ്. ആരുഷ് നന്ദു എന്ന മുണ്ട് പുറകിൽ ഒളിപ്പിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. ആരുഷേ, നിന്നെ പുറകിൽ എന്താണ് ഒരു കസവ് കളങ്ങുന്നത്? അച്ഛൻ സംശയത്തോടെ മുന്നോട്ട് നടന്നു. അതുകൊണ്ട് പേടിച്ച് അവന് പെട്ടെന്ന് കളം മാറ്റാൻ വേണ്ടി അച്ഛന്റെ മുന്നിലേക്ക് ചാടി വീണു. അങ്കിളെ, ഞാൻ അപ്പുറത്ത് അമ്മ വിളിക്കുന്നുണ്ട്, സദ്യ വിളമ്പ സമയമായി, അങ്കിളോ ഒന്ന് ഇലയിടാൻ നോക്കാൻ പറഞ്ഞു. ഓ ആണോ മോളെ, എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലാം. എന്റെ മുണ്ടെടുത്തവനെ കിട്ടിയാണ്ടല്ലോ, ഞാൻ അവനെ മുട്ടുംകാല് തല്ലിയൊടിക്കും. അച്ഛൻ കലിപ്പിൽ തിരിഞ്ഞടന്നു. അച്ഛൻ പാചകപ്പുര കടന്ന് അപ്പുറത്തേക്ക് പോയതും എല്ലാവരും ദീർഘശ്വാസം വിട്ടു. ഹോ, രക്ഷപ്പെട്ടു അമ്മേ. നന്ദു ചാക്കിന്റെ പുറകിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് നിന്നു. അടിയിലൊരു ചുവന്ന അണ്ടർവെയറുമിട്ട് തോളിൽ തോർത്തുമിട്ടുള്ള അവൻ ആ നിൽപ്പ് കണ്ട് ആരുഷും വിഷ്ണുവാകിലും ഒരേപോലെ മുഖം പൊത്തി. പെമ്പിളേന് 3 നാളും കൊണ്ട് തിരിഞ്ഞു. ആ പരനാരി വേഗം മുണ്ടു വാങ്ങി കൊടുക്കണം. വിഷ്ണു മുണ്ടെടുത്ത് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുത്തു. നന്ദു വേഗം മുണ്ടു വാങ്ങി ചുറ്റി എടുത്തു. എന്നിട്ട് അനുവിനെ നോക്കി 2 കൈയും കൂപ്പി. അനു, നീ നിന്നെ മാന രക്ഷിച്ചു. നീയാണ് എന്റെ യഥാർത്ഥ സിസ്റ്റർ. എനിക്ക് പിറക്കാതെ പോയ എന്റെ സഹോദരിയാണ് നീ. അത് കേട്ടത് ആരുഷിന്റെ മുഖത്തൊരു വലിയ ആശ്വാസച്ചിരി വിരിഞ്ഞു. അനു പതുക്കെ ആരുഷിനെ നോക്കിയതും അവൻ അവൾക്ക് നേരെ കണ്ണീമി കാണിച്ചു. ഒരു താങ്ക്സ് പറയുന്ന മട്ടിൽ അനുവിന്റെ മുഖത്ത് വീണ്ടും ആ പഴയ കലിപ്പ് നാണം വിരിഞ്ഞു. അല്ല അപ്പൊ ഇനി നന്ദുവിന്റെ പാന്റ് അവിടുന്ന് എങ്ങനെ എടുക്കൂടാ? അഖില് ചോദിച്ചു. അതൊക്കെ ഞാനെടുത്തരാം നന്ദു ഏട്ടാ, വിഷ്ണു ചേട്ടന്റെ കൂടെ വന്നാ മതി. മീന് പതുക്കെ വിഷ്ണുവിനെ നോക്കി കണ്ണിറുക്കി പറഞ്ഞു. വിഷ്ണുവിന്റെ ഉള്ളിൽ വീണ്ടും ഒരു ലഡു പൊട്ടി. നന്ദുവിന്റെ പാന്റ് അടിച്ചു മാറ്റാനുള്ള സീക്രട്ട് മിഷനുമായി വിഷ്ണുവും മീനും കൂടി പതുക്കെ അകത്തേക്ക് ഒലിഞ്ഞു. അഖില് ദേവുവിനെ ഓരോ കാരണങ്ങളുണ്ടാക്കി പന്തിന്റെ ഒരു വശത്തേക്ക് കൊണ്ടുപോയി. പോകാനൾക്കും മടിയുണ്ടായിരുന്നില്ല, അത് വേറെ കാര്യം. നന്ദു ആണെങ്കിൽ മുണ്ടുകൊടുത്ത് വീണ്ടും പായസച്ചപ്പിന്റെ അടുത്ത് പൊസിഷൻ പിടിച്ചു. ഇതേ സമയം പന്തിലെ ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരുഷ് ഒരു തൂണിൽ ചാരിയെന്ന് ചുറ്റും നോക്കുന്നതിനിടയിലാണ് ആ കാഴ്ച കണ്ടത്. പന്തലിന്റെ ഗേറ്റിനടുത്ത് ദാ നിൽക്കുന്നു. അന്ന് കല്യാണത്തിന്റെ സമയത്ത് പെൺപടകളെ കാറിൽ കയറ്റിക്കൊണ്ടുപോയ 2 ചേട്ടന്മാരിൽ ഒരുത്തൻ. അവൻ മാസമായി ഒരു കുർത്തയൊക്കെ ഇട്ട് വന്ന് നിൽക്കുകയാണ്. അവനെ കണ്ടതും അനുവിന്റെ മുഖത്തൊരു വലിയ ചിരി വിരിഞ്ഞു. ആൾ വേഗം അവന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. ചേട്ടാ, എപ്പോഴെത്തിയത്? മിഥുൻ ചേട്ടൻ എവിടെ? അവനോട് വളരെ അടുപ്പത്തോടെ ആർദ്രമായി ചോദിച്ചു. അവനെന്തോ അത്യാവശ്യമുള്ള വർക്കുണ്ടെന്ന് പറഞ്ഞു മുങ്ങി. പിന്നെ അച്ഛനമ്മയും പറഞ്ഞു എന്നോട് കൂടി ഇങ്ങോട്ട് വരാൻ. അവർ കുറച്ചു കഴിഞ്ഞെത്തും. നീ ഇവിടെ എന്തിയോ? അമ്മാവനും അമ്മായും കിച്ചൊന്നും വന്നില്ലേ? അവനോടെ തലയിൽ തട്ടി വളരെ സ്നേഹത്തോടെ ചോദിച്ചു. അവരും കുറച്ചു കഴിഞ്ഞ് എത്തും. ഞങ്ങളോട് പിന്നെ അഞ്ജലി ചേച്ചി രാവിലെ ഇവിടെ എത്താൻ പറഞ്ഞുകൊണ്ട് നേരത്തെ എത്തി. അതെനിക്കറിയാലോ. എവിടെ നിന്റെ ബാക്കി? എന്റെ കുരിപ്പും മിഥുന്റെ കുരിപ്പും. ഇതാണ് ദേവുവിന്റെ ചേട്ടൻ ധ്യാൻ. ധ്യാൻ മിഥുന്റെ കുരിപ്പ് എന്ന് ഉദ്ദേശിച്ച മീനുവിനെയാണ്. അന്ന് കല്യാണം കഴിഞ്ഞ് പെൺപടകളെ കൂട്ടിക്കൊണ്ടുപോയതും അവരുടെ സഹോദരങ്ങളായ ഇവർ തന്നെയാണ്. അവന് ധ്യാനെ നോക്കി കൊഞ്ചിക്കൊണ്ട് എന്തൊക്കെയോ കാര്യമായി സംസാരിക്കാനും ചിരിക്കാനും തുടങ്ങി. ഇത്രയും ദൂരെ നിന്ന് കണ്ട ആരുഷിന്റെ കണ്ണു ചുവന്നു, നെഞ്ചു പുകഞ്ഞു. അതിൻ്റെ ഉള്ളിൽ കുശുമ്പ് അതിന്റെ മാക്സിമത്തിലെത്തി നിൽക്കുകയായിരുന്നു. എന്നോട് എപ്പോഴും കലിപ്പിൽ സംസാരിക്കുന്ന ഇവൾക്ക് അവനെ കണ്ടപ്പോ എന്തൊരു ചിരി, എന്തൊരു കൊഞ്ചിരി. അവനത് അത്ര വലിയ ഹീറോയാണോ? ആരുഷ് കയ്യിലെ ഗ്ലാസ് അസൂയയുടെ മുറുക്കി പിടിച്ചു. എങ്കിൽ ശരി മോളെ, ഞാൻ അഞ്ജലി അർജുനെയും കണ്ട് പെട്ടെന്ന് അങ്ങ് പോകട്ടോ. നിങ്ങൾ അധികമായി അത് വീട്ടിലെത്താൻ നോക്കണം. ആ ചേട്ടാ. അനു ആ ചേട്ടനോട് സംസാരിച്ചു കഴിഞ്ഞ് പതുക്കെ അടുക്കള ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. ആൾ നടന്നു പോകുന്ന ആ തക്കം നോക്കി ആരുഷ് ഒട്ടും സമയങ്ങളെ അത് അവിടെ പുറകെ പോയി. വീടിന്റെ സൈഡിലുള്ള അധികം ആളുകൾ വരാത്തൊരു പഴയ ഗോവണിയുടെ ചുവട്ടിലെ ഇരുണ്ട മൂലയിലേക്ക് അനു എത്തിയതേയുള്ളൂ. പെട്ടെന്ന് പുറകിൽ നിന്നൊരു ശക്തമായി കൈ വന്ന് അവിടെ കൈത്തണ്ടയിൽ പിടിച്ചു വലിച്ചു. അയ്യോ! അനു പേടിച്ച് നിലവിളിക്കാൻ നോക്കിയതും ആരുഷ് അവിടെ വായ തന്റെ കൈ കൊണ്ട് പൊത്തിപ്പിടിച്ചു. ആളെ ആ ചുമരിലേക്ക് പതുക്കെ ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ മുന്നിലേക്ക് ആഞ്ഞു നിന്നു. ഗോവണിയുടെ നിഴലിൽ വളരെ കുറഞ്ഞ വെളിച്ചത്തിൽ 2 പേരും വളരെ അടുത്തായിരുന്നു. ഹായ് ഗൈസ്, അപ്പോൾ കസിൻസ് കല്യാണത്തിന്റെ അവസാന ഭാഗം നാളെ ഇതേ സമയം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.